നമസ്കാരം. ലോകത്തിന്റെ ശ്വാസം പിടിച്ചു നിർത്തുന്ന ഒരു കടലെടുക്കാണ് ഹോർമസ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/5 കടന്നു പോകുന്ന ഈ ചെറുകിട കടൽപാത ഇന്ന് യുദ്ധത്തിന്റെ ചൂടിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കയും ഇസ്രയേലും, മറുവശത്ത് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇറാനും. ഈ ഏറ്റുമുട്ടലിന്റെ നടുവിൽ യുദ്ധം നിർത്തിയാൽ മാത്രമേ ചർച്ചയുണ്ടാകൂ എന്ന ഇറാന്റെ ഉറച്ച പ്രഖ്യാപനം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ നാഡിയെ തന്നെ പിടിച്ചുകുലുക്കുകയാണ്. അമേരിക്കയുടെ സമാധാന നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ വഴങ്ങാൻ ഇറാൻ തയ്യാറല്ല. വ്യക്തമായ ഒരു നിബന്ധനയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആദ്യം യുദ്ധം അവസാനിപ്പിക്കണം, പിന്നെ മാത്രമേ ചർച്ചകൾക്കിരിക്കൂ. സമാധാനത്തിന്റെ പേരിൽ ആക്രമണം നടത്തിയതിന്റെ വേദനയും അവിശ്വാസവും ഇറാൻ തുറന്നു പറയും. ചർച്ച എന്ന വാക്ക് പോലും ഇനി അവർക്കൊരു തന്ത്രമല്ല, മറിച്ച് ആത്മാഭിമാനത്തിന്റെ ഭാഗമായി മാറുകയാണ്. അതേസമയം ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ സ്വീകരിച്ച പുതിയ നടപടികൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. കപ്പലുകളുടെ സഞ്ചാരത്തിന് കർശന മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇറാൻ സുരക്ഷാ കൗൺസിൽ. നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്നും സുരക്ഷാ മുൻഗണനയായി നിലനിർത്തുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ നീക്കങ്ങൾ ഒരു സാധാരണ നാവിക നിയന്ത്രണമല്ല, മറിച്ച് യുദ്ധത്തിന്റെ ഭാഗമായ ഒരു തന്ത്രപരമായ നീക്കമാണ്. ഇറാന്റെ നിലപാട് വ്യക്തമാണ്. ഹോർമൂസ് പൂർണ്ണമായും അടച്ചിട്ടില്ല, പക്ഷേ ശത്രു രാജ്യങ്ങളോട് മാത്രം അത് അടഞ്ഞിരിക്കുകയാണ്. അവരുടെ കണക്കിൽ ശത്രുക്കളും അവരുടെ കൂട്ടാളികളും ഈ കടൽപാത ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു മുന്നറിയിപ്പാണ്, മാത്രമല്ല ഒരു നിയന്ത്രണവും. ഈ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്. ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെട്ടതോടെ ലോകത്ത് വലിയ എണ്ണക്ഷാമവും വിലക്കയറ്റവും രൂപപ്പെട്ടു കഴിഞ്ഞു. 2026 ഈ സംഘർഷം ആഗോള എണ്ണ വിപണിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിതരണ പ്രതിസന്ധികളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. യുദ്ധം അവസാനിച്ചാൽ മാത്രമേ ഹോർമൂസ് സുരക്ഷിതമാക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് G7 രാജ്യങ്ങൾ. ഇത് ഇറാന്റെ നിലപാടിനോട് ഒത്തുപോകുന്നതാണ്. യുദ്ധം തീരുന്നിടത്തോളം ഈ കടലിടുക്ക് സുരക്ഷിതമാകില്ല എന്ന് അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ ചില രാജ്യങ്ങൾക്ക് ഭാഗിക ആശ്വാസവും ലഭിച്ചിട്ടുണ്ട്. ശത്രുക്കളല്ലാത്ത കപ്പലുകൾക്ക് കടന്നു പോകാൻ അനുമതി നൽകാമെന്ന് ഇറാൻ വ്യക്തമാക്കിയതിലൂടെ. എന്നാൽ ഈ അനുമതി പോലും നിബന്ധനകളോടെ മാത്രമാണ്. ഇത് ഇറാൻ തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ലോകത്തോട് പറയുന്ന മറ്റൊരു സന്ദേശമാണ്. അതേസമയം യുദ്ധത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമ്മർദ്ദം അമേരിക്കയെയും ബാധിക്കുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമൂസ് തുറക്കാതിരുന്നാലും യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറാണെന്ന സൂചനകൾ ഉണ്ടാകുന്നു. ഇത് സംഘർഷത്തിന്റെ സങ്കീർണതയും ഇരുപക്ഷവും നേരിടുന്ന സമ്മർദ്ദവും വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഹോർമൂസ് ഒരു കടൽപാത മാത്രമല്ല, അതൊരു ശക്തിയുടെ പ്രതീകം കൂടിയാണ് എന്നുള്ളതാണ്. അതിനെ നിയന്ത്രിക്കുന്നത് ആഗോള സാമ്പത്തിക ധമനിയെ നിയന്ത്രിക്കുന്നത് പോലെയാണ്. ഇറാൻ അതിനെ തങ്ങളുടെ തന്ത്രപരമായ ആയുധമായി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത് ഒരു കാര്യത്തിനാണ്: യുദ്ധം അവസാനിക്കുന്നു. കാരണം സമാധാനത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ ഒരേ ഒരു താക്കോൽ മാത്രമാണ് എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു: യുദ്ധം അവസാനിപ്പിക്കൽ. അതുവരെ ഹോർമൂസിന്റെ തിരമാലകൾക്ക് മുകളിൽ രാഷ്ട്രീയ യുദ്ധം തുടരുകയും ലോക സമ്പദ് വ്യവസ്ഥ അതിന്റെ ആഘാതത്തിൽ വിറയ്ക്കുകയും ചെയ്യും. ഈ സംഘർഷം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു സത്യമാണ്: യുദ്ധം തുടങ്ങുന്നത് എളുപ്പമാണ്, പക്ഷേ അത് അവസാനിപ്പിക്കാൻ രാഷ്ട്രീയ തന്ത്രം മാത്രമല്ല, വിശ്വാസവും ആവശ്യമായി വരും. ആ വിശ്വാസം ഉണ്ടാകുന്ന നിമിഷം വരെ ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന്റെ ആശങ്കകളുടെ കേന്ദ്രമായി തുടരും.